സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ സംസാരം ഹൃദയശുദ്ധിയുള്ള എന്നാൽ വീണ്ടും വീണ്ടും ചൂഷണത്തിനിരയായ ഓരോ സ്ത്രീക്കും വേണ്ടിയുള്ളതാണ്. എല്ലാവരുടെയും കാര്യം നോക്കിയിരുന്ന എന്നാൽ തനിക്കൊരു താങ്ങുവേണ്ടി വന്നപ്പോൾ ആളുകൾ പിന്തിരിഞ്ഞു പോകുന്നത് കണ്ട ഓരോ പെൺകുട്ടിക്കും വേണ്ടിയുള്ളതാണ്. വളരെ ഇമോഷണലാണ്, വളരെ സോഫ്റ്റാണ്, അല്ലെങ്കിൽ വളരെ പാവമാണ് എന്ന് പറഞ്ഞ് നിസ്സാരമായി കാണപ്പെട്ട ഓരോ സ്ത്രീക്കും വേണ്ടിയുള്ളതാണ്. സത്യം പറയൂ, നിങ്ങൾ ആർക്കെങ്കിലും അമിത പ്രാധാന്യം നൽകുകയും അവർ തന്നെ നിങ്ങളെ ഏറ്റവും ആദ്യം അവഗണിക്കുകയും ചെയ്ത സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങളുടെ മൗനത്തെ നിങ്ങളുടെ ബലഹീനതയായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? എങ്കിൽ ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വെറുമൊരു മോട്ടിവേഷൻ മാത്രമല്ല നൽകാൻ പോകുന്നത്, മറിച്ച് ഒരു സ്ത്രീയെ ഉള്ളിൽ നിന്ന് അത്രത്തോളം ശക്തയാക്കുന്ന മാനസിക ശക്തിയുടെ ഒരു കലയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അത് പഠിച്ചാൽ ആളുകൾ അവളെ ഭയപ്പെടുകയല്ല, മറിച്ച് ഒരിക്കലും അവളെ നിസ്സാരമായി കാണാതിരിക്കുകയാകും ചെയ്യുക. ആർക്കും അവളുടെ വികാരങ്ങളെ വെച്ച് കളിക്കാനോ അവളെ ഉപയോഗിച്ച് വലിച്ചെറിയാനോ കഴിയില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ഹൃദയശുദ്ധിയുള്ളവരാണ് എന്ന് ചാണക്യൻ പറയുന്നു. കാരണം അവർക്ക് അവരുടെ പരിധികൾ നിശ്ചയിക്കാൻ അറിയില്ല. സ്ത്രീകൾ പലപ്പോഴും ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി നിശബ്ദരായിരിക്കും. കുടുംബത്തെ ഒന്നിച്ചു നിർത്താൻ സ്വയം തകരും, സ്നേഹം നിലനിർത്താൻ സ്വന്തം ആത്മാഭിമാനം പണയം വയ്ക്കും. എന്നാൽ ത്യാഗവും ബലഹീനതയും തമ്മിൽ വ്യത്യാസമുണ്ട്. സമാധാനമായിരിക്കുന്നതും അടിച്ചമർത്തപ്പെടുന്നതും രണ്ടും രണ്ടാണ്. സ്ഥാനത്ത് നിർത്തുക എന്നത് അപമാനിക്കുക എന്നല്ല, മറിച്ച് സ്വന്തം പരിധി നിശ്ചയിക്കുക എന്നാണ്. ആരും മറികടക്കാൻ ധൈര്യപ്പെടാത്ത അദൃശ്യമായ ഒരു വര വരയ്ക്കുക. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ശാന്തമായ മനസ്സോടെ എന്നാൽ പൂർണ്ണശക്തിയോടെ അവരെ അവിടെ വെച്ച് തന്നെ തടയുക. നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദന നൽകിയ ആ 5 പേരെ ഒന്നോർക്കുക. സത്യം എന്തെന്നാൽ നിങ്ങൾ തന്നെയാണ് അവർക്ക് അർഹിക്കുന്നതിലും വലിയ സ്ഥാനം നൽകിയത്. അവർ അർഹിക്കാത്ത പ്രാധാന്യം നിങ്ങൾ അവർക്ക് നൽകി. നിങ്ങളെല്ലാം സഹിക്കുമെന്ന് അവർക്ക് മനസ്സിലായ നിമിഷം മുതൽ കളി തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഇന്നു മുതൽ ആ കളി മാറും. ഒരു സ്ത്രീയെ ഉള്ളിൽ നിന്ന് അത്രത്തോളം ശക്തയാക്കുന്ന അവളുടെ സാന്നിധ്യത്തിൽ ആളുകൾ വാക്കുകൾ അളന്നു മാത്രം സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ചാണക്യനീതിയുടെ ആ 12 അപകടകരമായ തന്ത്രങ്ങളാണ് നിങ്ങളിന്ന് പഠിക്കാൻ പോകുന്നത്. അവളുടെ മൗനത്തെ ബലഹീനതയായല്ല, ആഴമായാണ് അവർ മനസ്സിലാക്കുക. ആളുകൾ നിങ്ങളെ ഭയപ്പെടുന്നതിന് പകരമായി നിങ്ങളെ ബഹുമാനിക്കണമെന്നും നിങ്ങളുടെ ഇല്ല എന്നത് അവസാന തീരുമാനമായി കണക്കാക്കണമെന്നും നിങ്ങളെ നിസ്സാരമായി കാണുന്നതിനു മുമ്പ് ആരും 100 തവണ ചിന്തിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. ഓരോ സ്ത്രീയും ഈ ശക്തി പഠിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക. കമന്റിൽ ഞാൻ എന്റെ പരിധികൾ ഞാൻ തന്നെ നിശ്ചയിക്കും എന്നെഴുതുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വെറുമൊരു നല്ല സ്ത്രീ ആകാനല്ല, ആരും സ്വന്തം സ്ഥാനം മറക്കാൻ ധൈര്യപ്പെടാത്ത ഒരു സ്ത്രീ ആകാനുള്ള സമയമാണ് വന്നിരിക്കുന്നത്. നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ നിയമം: ഒരിക്കലും ഒരാളെയും നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കരുത്. സഹോദരിമാരെ, നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കൂ. മുന്നിൽ നിൽക്കുന്നയാൾ സ്വന്തക്കാരനായതുകൊണ്ട്, അത് ഭർത്താവായതുകൊണ്ട്, കുടുംബാംഗമായതുകൊണ്ട്, അടുത്ത സുഹൃത്തായതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് ആയതുകൊണ്ട് മാത്രം നിങ്ങൾ എപ്പോഴെങ്കിലും നിശബ്ദത പാലിച്ചിട്ടുണ്ടോ? പോട്ടെ, വീടിന്റെ സമാധാനം നിലനിൽക്കട്ടെ എന്ന് കരുതി നിങ്ങൾ എപ്പോഴെങ്കിലും കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. പലപ്പോഴും ഇവിടെ നിന്നാണ് ഒരു സ്ത്രീയുടെ ആത്മാഭിമാനം പതിയെ ദുർബലമാകാൻ തുടങ്ങുന്നതും. ചാണക്യൻ പറയുന്നു, ക്ഷമ ഒരു ഗുണമാണ്, എന്നാൽ ആ ക്ഷമ പരിധി വിടുമ്പോൾ അതൊരു ബലഹീനതയായി മാറുന്നുവെന്നും ലോകം ഗുണങ്ങളുടെ ഭാഷയല്ല, പരിധികളുടെ ഭാഷയാണ് മനസ്സിലാക്കുന്നതെന്നും. ഒരു സ്ത്രീ ആദ്യമായി തന്റെ ശബ്ദം അടിച്ചമർത്തുമ്പോൾ മുന്നിലുള്ള വ്യക്തി അവളെ മനസ്സിലാക്കുകയല്ല, അവളെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇവൾക്ക് എത്രമാത്രം സഹിക്കാൻ കഴിയും എന്ന് അവൻ നോക്കുന്നു. നിങ്ങൾ എതിർക്കില്ല എന്ന് അവന് മനസ്സിലാകുന്ന നിമിഷം തന്നെ അവൻ നിങ്ങളെ തുല്യരായല്ല, തന്റെ നിയന്ത്രണത്തിലായാണ് കണക്കാക്കാൻ തുടങ്ങുന്നത്. ആധിപത്യം സ്ഥാപിക്കുന്നത് ഒരിക്കലും പെട്ടെന്നല്ല സംഭവിക്കുന്നത്. വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. നിങ്ങളുടെ സംസാരത്തിനിടയിൽ ആരെങ്കിലും കയറി ഇടപെടുന്നു, നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് നിശബ്ദയാകുന്നു. ആരെങ്കിലും നിങ്ങളുടെ അധ്വാനത്തിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കുന്നു, അതൊന്നും സാരമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങളുടെ സമയത്തിന് ആരും വില കൽപ്പിക്കുന്നില്ല, നിങ്ങളെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ വികാരങ്ങളെ നിസ്സാരമായി കാണുന്നു. ഒരുപക്ഷെ ഇങ്ങനെയാകും ബന്ധങ്ങൾ നിലനിർത്തേണ്ടത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ നിങ്ങളുടെ പരിധികൾക്ക് വിരുദ്ധമായി നിങ്ങൾ മിണ്ടാതിരിക്കുന്ന ഓരോ തവണയും നിങ്ങൾ മുന്നിലുള്ളയാൾക്ക് ഒരു സന്ദേശം നൽകുകയാണ്, നിനക്ക് അങ്ങനെ ചെയ്യാമെന്ന്. പതിയെ ആ വ്യക്തി നിങ്ങളുടെ ശബ്ദമുയരുന്നതിനു മുമ്പ് തന്നെ അതിനെ അടിച്ചമർത്തുന്നു. ഇന്ന് അവൻ നിങ്ങളുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യും, നാളെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും, മറ്റന്നാൾ നിങ്ങളുടെ ആത്മാഭിമാനത്തെയും. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ നിങ്ങളെ തെളിയിക്കാൻ നിങ്ങൾ എപ്പോഴാണ് ശ്രമിച്ചു തുടങ്ങിയത് എന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഓർക്കുക, ആദ്യത്തെ തവണത്തെ മൗനം പലപ്പോഴും ജീവിതകാലം മുഴുവനുമുള്ള ശീലമായി മാറും. എന്നാൽ ഇതിനർത്ഥം നിങ്ങൾ വഴക്കാളിയാകണമെന്നോ എല്ലാ കാര്യങ്ങൾക്കും അടിയുണ്ടാക്കണമെന്നോ അല്ല. യഥാർത്ഥ ശക്തി ശബ്ദത്തിലല്ല, സ്ഥിരതയിലാണ്. ശബ്ദം കുറഞ്ഞതും എന്നാൽ വാക്കുകൾ ഉറപ്പുള്ളതുമായ മറുപടിയാണ് ഏറ്റവും ഫലപ്രദമായത് എന്ന് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നു.
ആരെങ്കിലും നിങ്ങളുടെ പരിധി ലംഘിക്കുമ്പോൾ പുഞ്ചിരിക്കുക. അവന്റെ കണ്ണുകളിൽ നോക്കി ശാന്തമായ സ്വരത്തിൽ പറയുക, ഇത് എനിക്ക് സ്വീകാര്യമല്ല. അത്രമാത്രം നിലവിളിയോ ദേഷ്യമോ വിശദീകരണമോ വേണ്ട. വിശ്വസിക്കൂ, ആദ്യമായി തന്നെ തനിക്കുള്ള അതിർവരമ്പ് നിശ്ചയിക്കുന്ന സ്ത്രീക്കാണ് പിന്നീട് ഏറ്റവും കൂടുതൽ ബഹുമാനം ലഭിക്കുന്നത്. ആളുകൾ അവളുടെ മുന്നിൽ വാക്കുകൾ അളന്നുമാത്രമേ സംസാരിക്കൂ. കാരണം ഈ സ്ത്രീ വിനയമുള്ളവളാണ്, എന്നാൽ ദുർബലയല്ല, ശാന്തയാണ്, എന്നാൽ തലകുനിക്കുന്നവളല്ല എന്ന് അവർക്കറിയാം. ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അഭിമാനം സംരക്ഷിച്ചില്ലെങ്കിൽ ലോകം അവരുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ വില നിശ്ചയിക്കും. സ്വന്തം വില നിശ്ചയിക്കുന്ന സ്ത്രീയെ ആർക്കും കുറച്ചു കാണാനാകില്ല. അതുകൊണ്ടാണ് ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്തുന്ന കലയുടെ തുടക്കം ഈ ആദ്യ നിയമത്തിൽ നിന്നാകുന്നത്. ഒരിക്കലും ആരെയും നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കരുത്. ഒരു സാധാരണ സ്ത്രീയെ ഉറപ്പുള്ളതും ഫലപ്രദവുമായ വ്യക്തിത്വമാക്കി മാറ്റുന്ന ആദ്യത്തെ തന്ത്രമാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പിന്തുണ നൽകുക. ഇത് പരമാവധി ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. രണ്ടാമത്തെ നിയമം, ഒരിക്കലും നിങ്ങളുടെ ബലഹീനത മറ്റൊരാളെ കാണിക്കരുത്. നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചതുപോലെ അത്ര നിഷ്കളങ്കമല്ല ലോകം. പ്രത്യേകിച്ചും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം പലപ്പോഴും വികാരങ്ങളെ മനസ്സിലാക്കുന്നതിനേക്കാൾ അവയെ പരീക്ഷിക്കാനും ഉപയോഗിക്കാനും ശ്രമിക്കുന്നു. ഒരു സ്ത്രീ എവിടെയെങ്കിലും തകർന്നതായി കണ്ടാൽ ആളുകൾ അവളുടെ കണ്ണുനീരിൽ സഹതാപത്തേക്കാൾ കൂടുതൽ അവസരങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇവിടെ നിന്നാണ് നിയന്ത്രണത്തിന്റെ തുടക്കം. നിങ്ങളുടെ ബലഹീനതകൾ എല്ലാവർക്കും മുന്നിൽ തുറന്നുകാട്ടുന്നത് സ്വന്തം കോട്ടയുടെ വാതിൽ കാവൽക്കാരില്ലാതെ തുറന്നിടുന്നതിന് തുല്യമാണ് എന്നതാണ് ചാണക്യന്റെ വ്യക്തമായ സന്ദേശം. നിങ്ങളുടെ ഭയം, അരക്ഷിതാവസ്ഥ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗതികേട് എന്നിവ നിങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞുകൊടുക്കുമ്പോൾ മുന്നിലുള്ളയാൾക്ക് രണ്ട് മുഖങ്ങളുണ്ടാകാം. പുറമേ അവൻ സഹതാപം കാണിക്കും, നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കും, നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്നാൽ അവന്റെ സ്വഭാവം മോശമാണെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ആ വാക്കുകൾ തന്നെ ഒരുനാൾ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാനുള്ള വിത്ത് അവൻ പാകിയിട്ടുണ്ടാകും. ഇത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ കൂടുതലായി സംഭവിക്കുന്നു. കാരണം സമൂഹം അവരെ വികാരാധീനരും മൃദുലരുമായി കണക്കാക്കാൻ ശീലിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഭയമാണെന്നോ, അല്ലെങ്കിൽ ഒരു ബന്ധം തകരുമെന്ന ഭയമുണ്ടെന്നോ, അല്ലെങ്കിൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥയുണ്ടെന്നോ നിങ്ങൾ ഒരാളോട് പറഞ്ഞു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ മോശം വ്യക്തികൾ ആ ഭയത്തെ പിടിച്ച് നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. അവൻ നേരിട്ട് ഉപദ്രവിക്കില്ല, പക്ഷേ നിങ്ങളുടെ അതേ ബലഹീനതയുടെ സഹായത്തോടെ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തുടങ്ങും. ചിലപ്പോൾ കുത്തുവാക്കുകളായി, ചിലപ്പോൾ ഭീഷണിയായി, ചിലപ്പോൾ മൗനമായി. പതിയെ നിങ്ങൾ നിങ്ങളെത്തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. തെറ്റ് എന്റേതാകാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഞാൻ കൂടുതൽ വികാരാധീനയായതുകൊണ്ടാകാം എന്ന് കരുതും. ഇവിടെ നിന്നാണ് മാനസിക അടിമത്തം ആരംഭിക്കുന്നത്. നിങ്ങളെ ആ ബലഹീനതയിൽ നിന്ന് പുറത്തുകൊണ്ടുവരാൻ കഴിവുള്ള വ്യക്തിക്ക് മുന്നിൽ മാത്രം നിങ്ങളുടെ ബലഹീനത പ്രകടിപ്പിക്കുക എന്ന് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് പരിഹാരം നൽകാനും വഴി കാണിക്കാനും നിങ്ങളെ കൂടുതൽ ശക്തയാക്കാനും കഴിയുന്നവർക്ക് മുന്നിൽ മാത്രം. ബാക്കിയുള്ള ലോകത്തിനു മുന്നിൽ നിങ്ങളുടെ വ്യക്തിത്വം സമതുലിതവും നിയന്ത്രിതവും സ്ഥിരതയുള്ളതുമായി കാണപ്പെടണം. അതിനർത്ഥം നിങ്ങൾ കല്ലായി മാറണമെന്നോ നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്തണമെന്നോ അല്ല. ഒരു ശക്തയായ സ്ത്രീ തന്റെ വികാരങ്ങളെ മനസ്സിലാക്കുന്നു, എന്നാൽ എല്ലാവരുടെയും മുന്നിൽ അവ തുറന്നുകാട്ടുന്നില്ല. അവളുടെ ഉള്ളിലെ പോരാട്ടങ്ങൾ അവളുടെ വ്യക്തിപരമായ ശക്തിയാണെന്ന് അവൾക്കറിയാം. പരസ്യമായി പ്രദർശിപ്പിക്കാനുള്ള ഒന്നല്ല അത്. കാരണം നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഗുണകാംക്ഷികളായിരിക്കില്ല. ഓർക്കുക, ശക്തയായ സ്ത്രീയുടെ മുന്നിൽ ആളുകൾ വാക്കുകൾ ചിന്തിച്ചു മാത്രമേ സംസാരിക്കൂ. എന്നാൽ അവർ ദുർബലയാണെന്ന് മനസ്സിലാക്കുന്നവളോട് അവർ പരിധികൾ ലംഘിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സംവേദനക്ഷമത നിങ്ങളുടെ ശക്തിയായിരിക്കും എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുക. അല്ലാതെ നിങ്ങളുടെ ചങ്ങലകളാകരുത്. നിങ്ങളുടെ കണ്ണുകളിൽ കണ്ണുനീർ വന്നേക്കാം, എന്നാൽ ലോകം അവയെ നിങ്ങളുടെ ഗതികേടായി തെറ്റിദ്ധരിക്കാതിരിക്കട്ടെ. ഒരു സ്ത്രീ തന്റെ ബലഹീനതയെ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ ആളുകളെ അവരുടെ സ്ഥാനം ഓർമ്മിപ്പിക്കുന്ന കലയുടെ പകുതി അവൾ പഠിച്ചു കഴിഞ്ഞു. കാരണം സ്വന്തം ബലഹീനതകൾക്ക് കാവലേർപ്പെടുത്തിയവളെ ആർക്കും മാനസികമായി അടിമയാക്കാൻ കഴിയില്ല. ഇതാണ് ചാണക്യന്റെ രണ്ടാമത്തെയും വളരെ ശക്തവുമായ തന്ത്രം. സ്വന്തം വികാരങ്ങളുടെ യജമാനത്തിയാകുക. മറ്റാരെയും അവയുടെ യജമാനനാകാൻ അനുവദിക്കരുത്. മൂന്നാമത്തെ നിയമം ഏറ്റവും അപകടകരമായ നിയമമാണ്. ഒരിക്കലും ആർക്കും വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകരുത്. കൈപ്പേറിയ ഒരു സത്യം കേൾക്കാൻ തയ്യാറാകൂ. നിങ്ങൾ ആരെയാണോ വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നത്, ആ വ്യക്തി ഒരു ദിവസം നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങും. ആദ്യത്തെ തവണ അവൻ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു, പോട്ടെ, മനുഷ്യനല്ലേ, സംഭവിച്ചു പോകുമെന്ന്. രണ്ടാമത്തെ തവണയും അതേ കാര്യം ആവർത്തിക്കുന്നു. നിങ്ങൾ നിങ്ങളെത്തന്നെ ബോധ്യപ്പെടുത്തുന്നു ബന്ധം നിലനിർത്തണം എന്ന്. എന്നാൽ മൂന്നാമത്തെ തവണയും അതേ പെരുമാറ്റം ആവർത്തിക്കുമ്പോൾ തെറ്റ് അവന്റേതല്ല. അവൻ നിങ്ങളുടെ ക്ഷമയെ നിങ്ങളുടെ ശീലമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ നിന്നാണ് നിങ്ങളുടെ വില ഇടിയാൻ തുടങ്ങുന്നത്. ചാണക്യന്റെ നയം വളരെ വ്യക്തമാണ്. നിങ്ങൾ ആരെയാണോ വീണ്ടും വീണ്ടും ക്ഷമിച്ചത്, അവൻ നിങ്ങളുടെ പരിധിയെ ഒരു തമാശയായി എടുത്തു. പ്രത്യേകിച്ചും സ്ത്രീകളോട് ഈ കളി കൂടുതലായി കളിക്കാറുണ്ട്.
കാരണം അവർ വിവേകം കാണിക്കുമെന്നും വിട്ടുവീഴ്ചകൾ ചെയ്യുമെന്നും വീട് സംരക്ഷിക്കുമെന്നും ബന്ധങ്ങൾ നിലനിർത്തുമെന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. എന്നാൽ ഓർക്കുക, ബന്ധങ്ങൾ നിലനിർത്തുന്നതും സ്വയം പണയം വയ്ക്കുന്നതും രണ്ടും രണ്ടാണ്. ആരെങ്കിലും നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ വികാരങ്ങളെ ചവിട്ടിയരയ്ക്കുകയാണെങ്കിൽ, വീണ്ടും വീണ്ടും അതേ മുറിവ് നൽകുകയാണെങ്കിൽ അവിടെ പറഞ്ഞു മനസ്സിലാക്കുകയല്ല, അകലം കാണിക്കുകയാണ് വേണ്ടത്. ഈ അകലം ബഹളങ്ങളിലൂടെയല്ല ഉണ്ടാകുന്നത്, മൗനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നാടകീയതകളില്ലാതെ, തർക്കങ്ങളില്ലാതെ, ദേഷ്യമില്ലാതെ ഒരു ചുവട് പുറകോട്ട് വയ്ക്കുക. മറുപടി നൽകുന്നത് കുറയ്ക്കുക. നിങ്ങളുടെ ലഭ്യത കുറയ്ക്കുക. എപ്പോഴും കിട്ടുമായിരുന്ന നിങ്ങളെ ഇപ്പോൾ അത്ര എളുപ്പത്തിൽ കിട്ടാതിരിക്കട്ടെ. ഈ നിശബ്ദമായ മാറ്റം മുന്നിലുള്ളയാളുടെ മനസ്സിൽ ഏറ്റവും വലിയ മുന്നറിയിപ്പ് നൽകും. ഇപ്പോൾ തനിക്ക് നിങ്ങളിലേക്കുള്ള പ്രവേശനം പരിമിതമായിരിക്കുന്നുവെന്ന് അവൻ ആദ്യമായി മനസ്സിലാകും. അങ്ങനെയുള്ള പരിമിതികൾ ഉണ്ടാകുമ്പോഴാണ് ബഹുമാനം തുടങ്ങുന്നത്. സ്വന്തം വില സ്വയം നിശ്ചയിക്കാൻ ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും അഭിപ്രായങ്ങളോട് തലകുലുക്കിക്കൊണ്ടിരുന്നാൽ, എല്ലാവർക്കും എല്ലാ സമയത്തും നിങ്ങളെ കിട്ടുമെങ്കിൽ, ലോകം നിങ്ങളെ ഒരു ഓപ്ഷനായി മാത്രമേ കാണൂ, പ്രഥമ പരിഗണനയായി കാണില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ സമയം വിലപ്പെട്ടതാക്കുക. നിങ്ങളുടെ വികാരങ്ങളെ വിലപ്പെട്ടതാക്കുക. നിങ്ങളുടെ സാന്നിധ്യത്തെ വിലപ്പെട്ടതാക്കുക. നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് ഭയമുള്ളവർ മാത്രമാണ് നിങ്ങളെ നേടാൻ അർഹർ. കൂടാതെ ഗഹനമായ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക. പ്രതീക്ഷയും ഒരു വലയാണ്. എത്രത്തോളം കൂടുതൽ പ്രതീക്ഷയുണ്ടോ അത്രത്തോളം കൂടുതൽ മുറിവുമുണ്ടാകും. പ്രത്യേകിച്ചും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കാര്യത്തിൽ. അനാവശ്യമായ പ്രതീക്ഷകൾ നിങ്ങൾ ഉപേക്ഷിക്കുന്ന അന്ന് നിങ്ങൾ സ്വതന്ത്രയാകും. അവർ കുത്തുവാക്കുകൾ പറയും, നിങ്ങൾ പുഞ്ചിരിക്കും. അവർ അവഗണിക്കും, നിങ്ങൾ നിങ്ങളുടെ വഴിയിലൂടെ നടക്കും. പതിയെ ആ ആളുകൾ തന്നെ നേരെയാകും. കാരണം നിങ്ങളിപ്പോൾ വൈകാരികമായി അവരുടെ നിയന്ത്രണത്തിലല്ല എന്ന് അവർക്ക് മനസ്സിലാകും. ഓഫീസിലും ഇതേ നിയമം ബാധകമാണ്. മുഖസ്തുതി പറയുന്ന സ്ത്രീക്ക് ഒരിക്കലും യഥാർത്ഥ ബഹുമാനം ലഭിക്കില്ല. എന്നാൽ ശാന്തയായിരുന്ന് തന്റെ പ്രവൃത്തിയിലൂടെ മറുപടി നൽകുന്നവളെ, ഓരോ തവണയും തന്റെ ഫലങ്ങളിലൂടെ സംസാരിക്കുന്നവളെ ആളുകൾക്ക് അവഗണിക്കാനാവില്ല. കുറച്ച് സംസാരിക്കുക, മികച്ച രീതിയിൽ പ്രവർത്തിക്കുക. ഈ നിശബ്ദമായ ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നത്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിലായാലും മറ്റേതൊരു ബന്ധത്തിലായാലും തുല്യത അനിവാര്യമാണെന്ന് ഓർക്കുക. ഒരാൾ ഒരു തവണ തെറ്റ് ചെയ്യുകയും മറ്റൊരാൾ അത് വീണ്ടും വീണ്ടും സഹിക്കുകയും ചെയ്യുന്നിടത്ത് സ്നേഹമല്ല, അസന്തുലിതാവസ്ഥയാണുണ്ടാകുന്നത്. അസന്തുലിതാവസ്ഥ എപ്പോഴും ഒരാളെ തകർക്കും. ഏറ്റവും അപകടകരമായ ആയുധമാണിത്. പരിമിതമായ അവസരങ്ങൾ. എല്ലാവർക്കും എണ്ണമറ്റ അവസരങ്ങൾ നൽകരുത്. ആദ്യത്തെ തെറ്റിന് മുന്നറിയിപ്പ്, രണ്ടാമത്തേതിന് അകലം. അത്രമാത്രം നിങ്ങളുടെ പരിധി മനസ്സിലാക്കുന്നവർ മാത്രം നിങ്ങളോടൊപ്പം നിൽക്കും. മനസ്സിലാക്കാത്തവർ അകന്നുപോകുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ എത്രത്തോളം അടിച്ചമർത്തപ്പെടാൻ തയ്യാറാകുന്നുവോ അത്രത്തോളം ആളുകൾ നിങ്ങളെ അടിച്ചമർത്തുമെന്ന് ഓർക്കുക. നിങ്ങളുടെ പരിധി നിങ്ങൾ വ്യക്തമാക്കിയ ദിവസം, നിങ്ങളുടെ ലഭ്യത പരിമിതപ്പെടുത്തിയ ദിവസം, നിങ്ങളുടെ പ്രതീക്ഷകളിൽ നിയന്ത്രണം നേടിയ ദിവസം, അന്നുമുതൽ ആളുകളുടെ തനിനിറം നിങ്ങളുടെ മുന്നിൽ വ്യക്തമാകാൻ തുടങ്ങും. ഇതാണ് ഒരു ശക്തയായ സ്ത്രീയുടെ അടയാളം. അവൾ സ്നേഹിക്കുകയും ചെയ്യും, എന്നാൽ അവളുടെ വില കൊടുത്തല്ല. അവൾ ക്ഷമിക്കുകയും ചെയ്യും, എന്നാൽ സ്വയം പണയം വെച്ചുകൊണ്ടല്ല. അവൾ അവസരങ്ങളും നൽകും, എന്നാൽ അവളുടെ ആത്മാഭിമാനത്തിന്റെ വില കൊടുത്തൊരിക്കലുമല്ല. ഇതാണ് മൂന്നാമത്തെയും ഏറ്റവും അപകടകരവുമായ തന്ത്രം. പരിമിതമായ അവസരങ്ങൾ, പരിമിതമായ പ്രവേശനം, ഒപ്പം അപാരമായ ആത്മാഭിമാനവും. അഞ്ചാമത്തെയും ഏറ്റവും അപകടകരവുമായ ആയുധം, തിരിച്ചടി. ഇത് ഓരോ സ്ത്രീക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കലയാണ്. കാരണം ലോകം പലപ്പോഴും കൈകൾ കൊണ്ടല്ല, വാക്കുകൾ കൊണ്ടാണ് മുറിവേൽപ്പിക്കുന്നത്. ആരെങ്കിലും നിങ്ങളുടെ കഴിവിനെ ചോദ്യം ചെയ്യുമ്പോൾ, കുത്തുവാക്കുകൾ പറയുമ്പോൾ, നിങ്ങളുടെ വിജയത്തെ ചെറുതാക്കി കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കാര്യമല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ, അപ്പോഴാണ് യഥാർത്ഥ പരീക്ഷ ആരംഭിക്കുന്നത്. സാധാരണയായി ആളുകൾ ദേഷ്യത്തോടെ പ്രതികരിക്കും, ന്യായീകരിക്കും, സ്വയം തെളിയിക്കാൻ തുടങ്ങും. അവിടെ വെച്ച് അവർ തോൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ചാണക്യനീതി പറയുന്നത് നേരെ ആക്രമിക്കരുത്, തിരിച്ചടിക്കുക എന്നാണ്. എന്താണ് തിരിച്ചടി? ശബ്ദം ഉയർത്താതെ നൽകുന്ന മറുപടിയാണിത്. എന്നാൽ അത് മുന്നിൽ നിൽക്കുന്നയാളുടെ അടിത്തറ ഇളക്കും. നിന്നെക്കൊണ്ട് ഇത് കഴിയില്ല എന്ന് ഒരാൾ പറയുന്നു എന്ന് കരുതുക. നിങ്ങൾ തർക്കിക്കാൻ നിന്നാൽ അവർക്ക് വഴക്കിടാൻ ഒരവസരം ലഭിക്കും. എന്നാൽ നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ശാന്തമായി പറയുകയാണെങ്കിൽ കൊള്ളാം എന്ന്, എങ്കിൽ പിന്നെ നിങ്ങൾക്കിതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടി വരില്ലല്ലോ എന്ന് പറഞ്ഞാൽ കളി മാറും. നിങ്ങൾ തർക്കിച്ചില്ല, ന്യായീകരിച്ചില്ല, എന്നാൽ അവന്റെ അഹങ്കാരം അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചു. ഒരു ശക്തയായ സ്ത്രീയുടെ ഏറ്റവും വലിയ ആയുധം അവളുടെ സ്ഥിരതയാണ്. ദേഷ്യം കാണിക്കാൻ എളുപ്പമാണ്, സംയമനം പാലിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏതാണോ ബുദ്ധിമുട്ടുള്ളത് അതാണ് ഫലപ്രദം. തണുത്ത പ്രഹരമാണ് ഏറ്റവും ആഴത്തിലുള്ളത് എന്ന് ചാണക്യനീതി പഠിപ്പിക്കുന്നു. നിങ്ങൾ ശാന്തമായി മറുപടി നൽകുമ്പോൾ മുന്നിലുള്ളയാൾ പുറമേ ചിരിച്ചേക്കാം, എന്നാൽ ഉള്ളിന്റെയുള്ളിൽ അവൻ നിങ്ങളുടെ പ്രതികരണത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ മാനസിക സമ്മർദ്ദമാണ് യഥാർത്ഥ വിജയം. ഒപ്പം ശ്രദ്ധിക്കുക, അവന്റെ വാക്കുകൾ നിങ്ങളെ തകർത്തു എന്ന തോന്നൽ ഒരിക്കലും ആർക്കും നൽകരുത്. അതൃപ്തി കാണിക്കുന്നത് പലപ്പോഴും നിങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്ന സന്ദേശം മുന്നിലുള്ളയാൾക്ക് നൽകുന്നു. അതുകൊണ്ട് ദേഷ്യം കൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് മറുപടി നൽകുക. മുമ്പ് ദിവസവും നിങ്ങളോട് സംസാരിച്ചിരുന്ന വ്യക്തിയാണെങ്കിൽ
ഇപ്പോൾ അവരുടെ മുൻഗണന കുറയ്ക്കുക. നിങ്ങളുടെ ലഭ്യതയെ നിസ്സാരമായി കണ്ടവന് നിങ്ങളുടെ കുറവ് അനുഭവപ്പെടട്ടെ. പ്രഖ്യാപനങ്ങളില്ലാതെ, പരാതികളില്ലാതെ. ഈ നിശബ്ദമായ മാറ്റം തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി. ഇനി ആഴത്തിലുള്ള മറ്റൊരു തന്ത്രം മനസ്സിലാക്കുക. ആളുകൾ നിങ്ങളെ താഴെ നിന്ന് നോക്കിക്കാണേണ്ടി വരുന്നത്ര ഉയരത്തിലേക്ക് നിങ്ങളെത്തന്നെ ഉയർത്തുക. ഓരോ ചെറിയ കാര്യത്തിനും നിങ്ങൾ വഴക്കിടുന്നിടത്തോളം കാലം നിങ്ങൾ അതേ നിലവാരത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കും. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ പുരോഗതി, നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം, നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ വ്യക്തിത്വം എന്നിവയിൽ നിങ്ങൾ കേന്ദ്രീകരിക്കുന്ന അന്നുമുതൽ ആളുകൾ നിങ്ങളെ സ്ഥാനത്ത് നിർത്തേണ്ട ആവശ്യമില്ലാതാകും. അവർ സ്വയം തങ്ങളുടെ സ്ഥാനത്ത് നിന്നുകൊള്ളും. ഭയത്തിൽ നിന്നുണ്ടാകുന്ന ബഹുമാനമാണ് ഏറ്റവും വലുത് എന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾ പ്രാപ്തയാണ്, നിങ്ങൾ സ്വയം പര്യാപ്തയാണ്, മിണ്ടാതിരുന്നാലും നിങ്ങൾക്കെല്ലാം മാറ്റാൻ കഴിയുമെന്ന ഭയം. സ്വയം പര്യാപ്തമായ, ശാന്തയും ആത്മവിശ്വാസവുമുള്ള ഒരു സ്ത്രീയെ ആർക്കും അധികകാലം അടിച്ചമർത്താനാവില്ല. കാരണം അവർ ഇല്ലാതെ അപൂർണരായവരോട് മാത്രമാണ് ആളുകൾ കളിക്കുന്നത്. സ്വന്തം കാലിൽ നിൽക്കുന്നവളോടൊപ്പം ആളുകൾ സൂക്ഷിച്ചു മാത്രമേ നടക്കൂ. അതുകൊണ്ട് ഇന്ന് ഈ പ്രതിജ്ഞ എടുക്കുക. നിങ്ങൾ പ്രതികരണത്തിലൂടെയല്ല, തന്ത്രത്തിലൂടെ മറുപടി നൽകും. ഓരോ കുത്തുവാക്കിനും നിങ്ങൾ ബഹളത്തിലൂടെയല്ല, സമാധാനത്തോടെ മറുപടി നൽകും. ഓരോ അപമാനത്തെയും നിങ്ങൾ തർക്കത്തിലല്ല, നേട്ടത്തിലാക്കി മാറ്റും. എല്ലാറ്റിലുമുപരി നിങ്ങളെ നഷ്ടപ്പെടാനുള്ള അപകടസാധ്യത ഏറ്റെടുക്കാൻ ആർക്കും കഴിയാത്തവിധം നിങ്ങൾ നിങ്ങളെത്തന്നെ വിലപ്പെട്ടതാക്കി മാറ്റും. ഇതാണ് തിരിച്ചടി. കൈ ഉയർത്താതെ, ശബ്ദമുയർത്താതെ മുന്നിലുള്ളയാൾക്ക് അവന്റെ പരിധി ഓർമ്മിപ്പിച്ചു കൊടുക്കുക. ഇതാണ് ഒരു ശക്തയായ സ്ത്രീയുടെ അടയാളം. ഇനി ഈ പാഠത്തിലെ ഏറ്റവും ആഴത്തിലുള്ളതും ഏറ്റവും അപകടകരവുമായ നിയമം മനസ്സിലാക്കുക. സഹോദരിമാരെ, നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യമുണ്ടെന്ന് ഒരിക്കലും ആരോടും പറയരുത്. അതുപോലെ നിങ്ങൾക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണെന്നും ആരോടും പറയരുത്. കേൾക്കുമ്പോൾ ഇത് കഠിനമായി തോന്നാം. എന്നാൽ ഈ വൈകാരിക സന്തുലിതാവസ്ഥയാണ് ഒരു സ്ത്രീയെ മാനസികമായി അജയ്യയാക്കുന്നത്. അവന്റെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചുവെന്ന് നിങ്ങൾ തുറന്നു കാണിക്കുന്ന അന്ന് അവന് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് മുന്നിലുള്ളയാൾക്ക് ലഭിക്കുന്നത്. അവനില്ലാതെ നിങ്ങൾ അപൂർണയാണ് എന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന അന്ന് നിങ്ങളുടെ ശക്തി നിങ്ങൾ അവന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ വികാരങ്ങളുടെ ആഴം മനസ്സിലാക്കുന്ന വ്യക്തിയാണ് അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് എന്നത് ചാണക്യന്റെ വ്യക്തമായ തത്വമാണ്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ സമൂഹം പലപ്പോഴും അവരുടെ വൈകാരികതയെ അവരുടെ വ്യക്തിത്വമാക്കി മാറ്റുന്നു. എന്നാൽ ഒരു ശക്തയായ സ്ത്രീ തന്റെ വികാരങ്ങളെ മറച്ചുവെക്കുകയല്ല ചെയ്യുന്നത്. അവൾ അവയെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വ്യത്യാസം വളരെ വലുതാണ്. ദേഷ്യം വരും, സ്നേഹമുണ്ടാകും, അടുപ്പമുണ്ടാകും. എന്നാൽ ഇതിന്റെയൊക്കെ പ്രകടനം എപ്പോൾ, എത്രമാത്രം വേണം എന്ന തീരുമാനം നിങ്ങളുടേതായിരിക്കണം, മുന്നിലുള്ളയാളുടേതാകരുത്. നിങ്ങൾ ഓരോ തവണയും നിങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിക്കുമ്പോൾ മുന്നിലുള്ളയാൾ നിങ്ങളുടെ ബട്ടണുകൾ തിരിച്ചറിയുന്നു. ഏതു വാക്കാണ് നിങ്ങളെ തകർക്കുകയെന്ന് അവന് മനസ്സിലാകും. ഒപ്പം നിങ്ങളുടെ അമിതമായ സ്നേഹം അതിരുകളില്ലാതെ നിങ്ങൾ കാണിക്കുമ്പോൾ ആ വ്യക്തി തന്നെ നിങ്ങളുടെ ലഭ്യതയെ നിസ്സാരമായി കാണാൻ തുടങ്ങും. അതുകൊണ്ട് വികാരങ്ങൾ ഇല്ലാതാക്കുക എന്നല്ല നയം പറയുന്നത്, മറിച്ച് അവയെ നിങ്ങളുടെ ഉള്ളിൽ സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നാണ്. പുറമേ നിങ്ങളുടെ വ്യക്തിത്വം ശാന്തവും സമതുലിതവും നിഗൂഢവുമായിരിക്കണം. ആരുടെ മനസ്സിലാണോ വായിക്കാൻ എളുപ്പം, അവരെ നിയന്ത്രിക്കാനും എളുപ്പമാണ് എന്ന് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ആരുടെ മനസ്സാണോ ഒരു രഹസ്യമായി മാറുന്നത്, ആരുടെ മുഖത്താണോ സ്ഥിരതയുള്ളത്, ആരുടെ കണ്ണുകളിലാണോ വികാരമുള്ളത്, എന്നാൽ അസ്വസ്ഥതയില്ലാത്തത്, അവരെ ആർക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. മനസ്സിലാക്കാൻ കഴിയാത്തവരെ തോൽപ്പിക്കാനും കഴിയില്ല. തന്റെ സ്നേഹത്തെ ബഹുമാനത്തോടെ പങ്കുവെക്കുന്നവളാണ് ബുദ്ധിമതിയായ സ്ത്രീ. ഗതികേടുകൊണ്ടല്ല, തന്റെ അതൃപ്തിയെ നിലവിളികളിലല്ല അകലങ്ങളിലാക്കി മാറ്റുന്നവൾ. ഓരോ വികാരത്തെയും ഒരു തന്ത്രമാക്കി മാറ്റാൻ അവൾക്കറിയാം. അവൾക്ക് മുറിവേറ്റാൽ അവൾ ബഹളമുണ്ടാക്കില്ല. അവൾ അവളുടെ പെരുമാറ്റം മാറ്റുന്നു. അവൾക്ക് സ്നേഹം തോന്നിയാൽ അവൾ സമർപ്പണം നഷ്ടപ്പെടുത്തുന്നില്ല. അവൾ അവളുടെ അതിരുകൾ കാത്തുസൂക്ഷിക്കുന്നു. ഓർക്കുക, രഹസ്യം ആകർഷണവും ബഹുമാനവും സൃഷ്ടിക്കുന്നു. പൂർണ്ണമായി നേടാൻ കഴിയാത്തവരുടെ പിന്നാലെയാണ് ആളുകൾ ഓടുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ വികാരങ്ങളുടെ യജമാനത്തിയാകുക. ദേഷ്യമായാലും സ്നേഹമായാലും രണ്ടും നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക, പ്രകടനമല്ല. കാരണം നിങ്ങളുടെ മനസ്സ് ഒരു രഹസ്യമായി മാറുന്ന അന്നുമുതൽ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണാൻ ഭയപ്പെടും. ഇതാണ് ഒരു ശക്തയായ സ്ത്രീയുടെ യഥാർത്ഥ വ്യക്തിത്വം. ശാന്തമായ, ആഴമുള്ള, വായിച്ചെടുക്കാൻ കഴിയാത്ത വ്യക്തിത്വം. ശബ്ദമുണ്ടാക്കാതെ നേരെ ഹൃദയത്തിൽ പതിക്കുന്ന ആ രണ്ടാമത്തെ ആയുധമാണ് ഇനി വരുന്നത്, നിങ്ങളുടെ അസാന്നിധ്യം. സഹോദരിമാരെ, ആരെങ്കിലും നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ലഭ്യതയെ ഒരു അവകാശമായി കരുതുമ്പോൾ, നിങ്ങളെ വിലമതിക്കുന്നത് നിർത്തുമ്പോൾ തർക്കിക്കാൻ സമയമില്ല എന്ന് മനസ്സിലാക്കുക. പിന്മാറാനുള്ള സമയമാണിത്. എല്ലാ യുദ്ധങ്ങളും വാക്കുകൾ കൊണ്ട് ജയിക്കാനാവില്ല എന്ന് ചാണക്യന്റെ നയം പറയുന്നു. ചില യുദ്ധങ്ങൾ അകലം പാലിച്ചുകൊണ്ടാണ് ജയിക്കുന്നത്. ആരെങ്കിലും നിങ്ങളുടെ പ്രാധാന്യം മറക്കുകയാണെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കരുത്. അവർക്ക് അത് അനുഭവപ്പെടാൻ അനുവദിക്കുക. പെട്ടെന്ന് ഫോണെടുക്കുന്നത് നിർത്തുക. എല്ലാ മെസ്സേജുകൾക്കും അപ്പോൾ തന്നെ മറുപടി നൽകുന്നത് ഒഴിവാക്കുക.
എല്ലായിടത്തും എപ്പോഴും ലഭ്യമാകുന്നത് നിർത്തുക. സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ സാന്നിധ്യം പരിമിതപ്പെടുത്തുക. തുടക്കത്തിൽ ഒരു മാറ്റവുമില്ലെന്ന് അവന് തോന്നും. പിന്നെ ചെറിയ അസ്വസ്ഥതയുണ്ടാകും. പിന്നെ ചോദ്യങ്ങൾ ഉയരും, എല്ലാം കുഴപ്പമില്ലല്ലോ എന്ന്. എന്താ ഇത്ര മിണ്ടാതിരിക്കുന്നത് എന്ന്. ഇവിടെ നിന്നാണ് കളി മാറുന്നത്. നിങ്ങളുടെ അസാന്നിധ്യത്തിൽ മുന്നിലുള്ളയാൾക്ക് ശൂന്യത അനുഭവപ്പെടാൻ തുടങ്ങുന്ന അന്ന് തന്നെ അവന് നിങ്ങളുടെ യഥാർത്ഥ വില മനസ്സിലാകാൻ തുടങ്ങും. അവൻ സ്വയം മുന്നോട്ടുവന്ന് സംസാരിക്കാൻ വരുമ്പോൾ പരാതികളുടെ കെട്ടഴിച്ചുവിടരുത്. ശാന്തമായ പുഞ്ചിരിയോടെ പറയുക, എല്ലാം കുഴപ്പമില്ല, കുറച്ച് തിരക്കിലായിരുന്നു എന്ന്. നിങ്ങളുടെ ലോകം അവന് ചുറ്റുമല്ല കറങ്ങുന്നത് എന്ന് ഈ സന്തുലിതാവസ്ഥ അവനെ മനസ്സിലാക്കിക്കും. നിങ്ങളില്ലാതെ അസ്വസ്ഥനാകുന്ന വ്യക്തിക്ക് നിങ്ങളുടെ മുന്നിൽ ഒരിക്കലും അഹങ്കാരത്തോടെ നിൽക്കാൻ കഴിയില്ല എന്ന് ചാണക്യനീതി പഠിപ്പിക്കുന്നു. സ്വയം പര്യാപ്തയും ആത്മാഭിമാനവുമുള്ള ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശക്തി അവളുടെ സാന്നിധ്യം ഒരു സമ്മാനമായിരിക്കണം, ശീലമാകരുത് എന്നതാണ്. ആളുകൾ നിങ്ങളെ എപ്പോഴും ലഭ്യമാണെന്ന് കരുതുമ്പോൾ നിങ്ങളുടെ വില കുറയുന്നു. അവർ നിങ്ങളെ പരിമിതമായി കാണുമ്പോൾ ബഹുമാനം വർദ്ധിക്കുന്നു. ഇനി ആഴത്തിലുള്ള മൂന്നാമത്തെ തന്ത്രം മനസ്സിലാക്കുക. ആളുകൾക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ തന്നെ മറുപടി നൽകുക. എന്നാൽ ഒരു പടി മുകളിൽ നിന്ന് ആരെങ്കിലും കുത്തുവാക്കുകൾ പറഞ്ഞാൽ അപ്പോൾ തന്നെ ദേഷ്യത്തോടെ പ്രതികരിക്കരുത്. മിണ്ടാതിരിക്കുക. സമയത്തെ നിങ്ങളുടെ കൂട്ടുകാരനാക്കുക. നിന്നെക്കൊണ്ടിത് കഴിയില്ല എന്ന് ഒരാൾ പറയുന്നു എന്ന് കരുതുക. ആ സമയത്ത് പുഞ്ചിരിച്ച് മുന്നോട്ടു പോവുക. എന്നാൽ അതേ വ്യക്തി ഒരു ദിവസം നിങ്ങളുടെ സഹായത്തിനായി വരുമ്പോൾ ശാന്തമായ സ്വരത്തിൽ പറയുക, ഒരുപക്ഷെ നിങ്ങൾ ഇത് മറ്റാരെയെങ്കിലും കൊണ്ട് ചെയ്യിക്കുന്നതാകും നല്ലത് എന്ന്. നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമില്ലായിരുന്നല്ലോ എന്ന് പറയുക. ഈ മറുപടി ഒരു തർക്കമല്ല, ഇതൊരു കണ്ണാടിയാണ്. നിന്നെപ്പോലെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ പുഞ്ചിരിച്ചുകൊണ്ട് പറയുക, അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞത് എന്ന്. ഇത് പരിഹാസമല്ല, ആത്മവിശ്വാസമാണ്. വ്യത്യാസം മനസ്സിലാക്കുക. ഒരു ശക്തയായ സ്ത്രീ പ്രതികരിക്കില്ല, തന്ത്രങ്ങളിലൂടെ മറുപടി നൽകുന്നു. വാക്കുകൾക്ക് മുമ്പ് സമയവും മൗനവുമാണ് പ്രഹരിക്കുന്നത് എന്ന് ചാണക്യൻ പറയുന്നു. അതുകൊണ്ട് ദേഷ്യം കൊണ്ടല്ല, അന്തസ്സോടെ മറുപടി നൽകുക. നിങ്ങളുടെ അകലം, നിങ്ങളുടെ പരിമിതമായ ലഭ്യത, സന്തുലിതമായ വാക്കുകൾ എന്നിവയിലൂടെ നിങ്ങളൊരു ഓപ്ഷൻ അല്ല, മൂല്യമാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുക. ഇനി നാലാമത്തെ ആയുധം വരുന്നു. അവന്റെ ഏറ്റവും വലിയ ബലഹീനത അവന്റെ ശക്തിയാകാൻ അനുവദിക്കരുത്. കേൾക്കൂ, മുന്നിലുള്ളയാളുടെ സ്വഭാവം വായിച്ചെടുക്കുന്നവളാണ് ശക്തയായ സ്ത്രീ. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ എന്തെങ്കിലുമൊരു വിശപ്പ് ഒളിഞ്ഞിരിപ്പുണ്ടാകും. ചിലർ പ്രശംസയ്ക്ക് ദാഹിക്കുന്നവരായിരിക്കും, ചിലർ പണത്തിന്, ചിലർ അഹങ്കാരത്തിന്, മറ്റു ചിലർ നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും. പലപ്പോഴും സ്ത്രീകൾ അവരുടെ സഹജമായ അനുകമ്പയും മൃദുവായ ഹൃദയവും കാരണം മുന്നിലുള്ളയാളുടെ ഈ ബലഹീനതകൾ നികത്താൻ തുടങ്ങുന്നു. പ്രശംസ നൽകിയാൽ, സഹായിച്ചാൽ, അല്ലെങ്കിൽ എപ്പോഴും കൂടെയുണ്ടെങ്കിൽ ബന്ധം ശക്തമാകുമെന്ന് അവർ കരുതുന്നു. എന്നാൽ ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. അവന് എന്തിനോടാണോ ആസക്തിയുള്ളത് അത് പതിയെ അവന്റെ ശക്തിയായി മാറുകയും നിങ്ങളുടെ വില കുറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഓരോ തവണയും നല്ലവളാകുന്നത് ബുദ്ധിപരമല്ല എന്ന് സ്വാധീനമുള്ള ഒരു സ്ത്രീ മനസ്സിലാക്കണം. ഏതെങ്കിലും പുരുഷനോ വ്യക്തിയോ ബഹുമാനം ആഗ്രഹിക്കുന്നവനാണെങ്കിൽ, സ്വയം ഏറ്റവും വലിയവനാണെന്ന് കരുതുന്നവനാണെങ്കിൽ അവന്റെ വ്യാജ പ്രശംസകൾ പാടരുത്. ആരെങ്കിലും പണത്തിനോട് അത്യാർത്തിയുള്ളവനാണെങ്കിൽ അവന്റെ ആവശ്യങ്ങൾക്ക് താങ്ങാകരുത്. എപ്പോഴും കോൾ, മെസ്സേജ് എന്നിവ ലഭിക്കുന്ന നിങ്ങളുടെ ശ്രദ്ധയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവന് നിങ്ങളുടെ സമയത്തിന്റെ ശീലം ഉണ്ടാക്കിക്കൊടുക്കരുത്. ഓർക്കുക, അവന്റെ ബലഹീനതകൾ നിറവേറ്റുന്നത് നിങ്ങൾ നിർത്തുന്ന അന്ന് അവന്റെ PTIയും അവൻ അസ്വസ്ഥനാകും. കാരണം ഇപ്പോൾ അവന് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഇതാണ് യഥാർത്ഥ ശക്തി. ബഹളമുണ്ടാക്കിയല്ല, സ്വന്തം പരിധികൾ നിശ്ചയിച്ച് ആളുകൾക്ക് അവരുടെ സ്ഥാനം കാണിച്ചുകൊടുക്കുക. ബുദ്ധിമതിയായ ഒരു സ്ത്രീ ആരുടെയും ബലഹീനതകളെ ആക്രമിക്കില്ല. അവൾ അതിനെ അവഗണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ അവഗണന മുന്നിലുള്ളയാളെ ഉള്ളിൽ നിന്ന് ഇളക്കിമറിക്കും. അവന്റെ തന്ത്രങ്ങൾ, അവന്റെ അത്യാർത്തി, അവന്റെ അഹങ്കാരം എന്നിവ നിങ്ങളിൽ ഫലിക്കുന്നില്ല എന്ന് അവന് മനസ്സിലാകുമ്പോൾ അവൻ സ്വയം താഴേക്ക് വരും. മറ്റുള്ളവരുടെ ബലഹീനതകളെ പ്രകോപിപ്പിക്കരുത് എന്ന് ചാണക്യന്റെ നയം പറയുന്നു. അതിന് കാറ്റ് നൽകരുത്, അതിനെ അപൂർണമായി വിടുക. അവന്റെ അതേ ബലഹീനത മതി അവനെ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കാൻ. ദേഷ്യത്തിൽ ഒഴുകിപ്പോകാത്ത, വികാരങ്ങളിൽ വഴിതെറ്റാത്ത, മറിച്ച് വിവേകം, ആത്മാഭിമാനം, തന്ത്രം എന്നിവയിലൂടെ ചുറ്റുമുള്ള ലോകത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ വ്യക്തിത്വം ഇതാണ്. നിങ്ങൾ ഈ കല പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആരോടും വഴക്കിടേണ്ടി വരില്ല. നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് ആളുകൾ സ്വയം തങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കും. ഇനി അഞ്ചാമത്തെയും ഏറ്റവും ക്രൂരവുമായ ആയുധം വരുന്നു: അപൂർണമായി നൽകുക. കേൾക്കുമ്പോൾ ഇത് കഠിനമായി തോന്നാം, എന്നാൽ ഈ നയമാണ് ഒരു സാധാരണ സ്ത്രീയെ സ്വാധീനമുള്ളവളാക്കി മാറ്റുന്നത്. നിയമം ലളിതമാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവർക്ക് നൽകുക. എന്നാൽ അവർക്ക് പൂർണ്ണ തൃപ്തി വരുന്ന രീതിയിൽ ഒരിക്കലും നൽകരുത്. ആരെങ്കിലും നിങ്ങളിൽ നിന്ന് ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് സ്നേഹം നൽകുക. എന്നാൽ അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ നൽകരുത്.
ആരെങ്കിലും നിങ്ങളുടെ ബഹുമാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ബഹുമാനം നൽകുക. എന്നാൽ അവന്റെ അഹങ്കാരം നിങ്ങളുടെ പരിധി ലംഘിക്കുന്ന രീതിയിലാകരുത് അത്. ആരെങ്കിലും നിങ്ങളുടെ സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ സമയം നൽകുക. എന്നാൽ ഓരോ നിമിഷവും ലഭ്യമാകരുത്. ഓർക്കുക, എളുപ്പത്തിലും പൂർണ്ണമായും ലഭിക്കുന്ന എന്തിന്റെയും വില ഇല്ലാതാകും. എന്നാൽ കുറച്ചുകുറച്ചായി അപൂർണമായി ലഭിക്കുന്നതിനോടുള്ള ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ലോകത്തിന്റെ കൈപ്പേറിയ സത്യമാണിത്. പൂർണ്ണമായും തന്റേതല്ലാത്ത ഒന്നിന്റെ പിന്നാലെയാണ് മനുഷ്യൻ ഓടുന്നത്. പൂർണ്ണമായും നിങ്ങളെ ഒരാളെ ഏൽപ്പിക്കുന്ന അന്ന് മുതൽ നിങ്ങളുടെ പ്രാധാന്യം കുറയാൻ തുടങ്ങും. ബുദ്ധിമതിയായ ഒരു സ്ത്രീ ഒരിക്കലും സ്വയം പൂർണ്ണമായി ലഭ്യമാക്കില്ല. അവൾ അവളുടെ ലോകം, അവളുടെ സ്വപ്നങ്ങൾ, അവളുടെ സമയം, അവളുടെ ഊർജ്ജത്തിന്റെ ഒരു ഭാഗം എന്നിവ തനിക്കായി സൂക്ഷിക്കുന്നു. ഈ അപൂർണതയാണ് മുന്നിലുള്ളയാളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. ഇതാണ് രഹസ്യം, ഇതാണ് ആകർഷണം. ഈ നിയമം ബന്ധങ്ങളുടെ കളിയിൽ മാത്രമല്ല, വീടിനുള്ളിലും അത്രതന്നെ പ്രധാനമാണ്. സ്വന്തം വീട്ടിൽ തന്നെ ഒരു സ്ത്രീ തന്റെ പരിധികൾ നിശ്ചയിച്ചില്ലെങ്കിൽ പതിയെ ആ ആളുകൾ തന്നെ അവളെ നിസ്സാരമായി കാണാൻ തുടങ്ങും. മാതാപിതാക്കളെ ബഹുമാനിക്കുക, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ സ്വയം എടുക്കുക. കുട്ടികൾക്ക് സ്നേഹം നൽകുക, എന്നാൽ നിങ്ങളുടെ വാക്കിന്റെ വില അവർ മറക്കുന്ന രീതിയിൽ അവരെ ലാളിക്കരുത്. ഭർത്താവിനെ ബഹുമാനിക്കുക, എന്നാൽ എല്ലാ കാര്യത്തിലും തലകുലുക്കി സ്വയം ചെറുതാകരുത്. ശക്തയായ ഒരു സ്ത്രീ സ്നേഹിക്കുകയും ചെയ്യും, എന്നാൽ സ്വന്തം ആത്മാഭിമാനത്തിന്റെ വില കൊടുത്തല്ല. ചാണക്യന്റെ നയം പറയുന്നു, നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായി തൃപ്തിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരാൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതിനർത്ഥം തന്ത്രമല്ല, മറിച്ച് സന്തുലിതാവസ്ഥയാണ്. നിങ്ങൾ ഒരാളെ കൊതിപ്പിക്കാൻ വേണ്ടി അപൂർണമായി നൽകരുത്, മറിച്ച് നിങ്ങളുടെ വ്യക്തിത്വം എപ്പോഴും ലഭ്യമാകുന്നതിൽ മാത്രം ഒതുങ്ങാതിരിക്കാനാണ് അങ്ങനെ നൽകേണ്ടത്. നിങ്ങൾക്ക് സ്വന്തമായി ഒരു ലോകമുണ്ടായിരിക്കണം. നിങ്ങളുടെ സ്വന്തം മുൻഗണനകൾ, സ്വന്തം നിബന്ധനകൾ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇനി ആരും നിങ്ങളെ നിസ്സാരമായി കാണില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ നടത്തം എങ്ങനെയായിരിക്കും? നിങ്ങളുടെ ശബ്ദം എങ്ങനെയായിരിക്കും? നിങ്ങളുടെ കണ്ണുകളിൽ എന്ത് തിളക്കമായിരിക്കും? സത്യം ഇതാണ്, ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്തുകയെന്നാൽ അഹങ്കാരമല്ല,